ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു വെജിറ്റേറിയൻ ഡിഷിൻ്റെ റെസിപ്പി ആയിട്ടാണ്. പനീർ ടിക്ക മസാല. ഇതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിനെ നമ്മൾ ആദ്യം ഒരു ബൗളെടുത്ത് അതിലേക്ക് ഒരു 3-4 സ്പൂൺ കട്ടിയുള്ള തൈര് ചേർക്കുക. ഇതിലേക്ക് നമ്മൾ 1 സ്പൂൺ കോൺഫ്ലോർ കൂടെ ചേർക്കുക. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1.5 സ്പൂൺ മുളക് പൊടി, ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1/2 സ്പൂൺ ഗരം മസാല, 1 സ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു 1.5 സ്പൂൺ ഓയിൽ. ഇത്രയും കൂടി ചേർത്ത് നമുക്കിത് നന്നായിട്ടൊരു ബാറ്ററായിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇത് നമ്മളുടെ പനീർ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാനായിട്ടുള്ളതാണ്. ഇനി നമ്മളിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പനീർ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 300 ഗ്രാം പനീറാണ് എടുത്തിരിക്കുന്നത്. നമ്മളിത് നന്നായിട്ടൊന്ന് മസാല ഇതിലേക്കൊന്ന് പുരട്ടി വയ്ക്കാം. ഇപ്പം മസാലയൊക്കെ നന്നായിട്ട് ഞാൻ പുരട്ടിയിട്ടുണ്ട്. ഇത് നമുക്കൊരു 15 മിനിറ്റ് ഒന്ന് മൂടിയത് ഫ്രിഡ്ജിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. 15 മിനിറ്റ് കഴിഞ്ഞ് നമ്മളിത് ഫ്രിഡ്ജിൽ നിന്നെടുത്ത് നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിൽ എണ്ണയൊഴിച്ച്, എണ്ണ അധികം ഒഴിക്കേണ്ട ആവശ്യമില്ല, ഷാലോ ഫ്രൈ പോലെ ചെയ്താൽ മതിയാവും. കുറച്ച് എണ്ണ ഒഴിച്ച് നമ്മൾ അതിലേക്ക് ഈ പനീർ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പനീർ ഇപ്പോൾ ഒരു സൈഡൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒത്തിരി അങ്ങ് ഡാർക്ക് കളറായി പോകാൻ വെച്ചുകൊണ്ടിരിക്കരുത്. നന്നായിട്ട് ഒരുവിധം ഒന്ന് ലൈറ്റ് ബ്രൗൺ കളറായി കഴിയുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാവുന്നതാണ്. നമ്മുടെ പനീർ ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ മറ്റൊരു കടായി അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമ്മൾ ഉപയോഗിച്ച ഓയിൽ തന്നെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ അതിൽ നിന്ന് കുറച്ച് ഓയിലെടുത്ത് അതിലേക്ക് നമ്മൾ കുറച്ച് ഒനിയൻ ഇങ്ങനെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് നമ്മൾ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1 കപ്പ് ഒനിയനാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു 3 തക്കാളി ചെറുതായിട്ട് ഇതുപോലെ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തു. പിന്നെ ഒരു ക്യാപ്സിക്കം, ഒരു മീഡിയം സൈസ് ക്യാപ്സിക്കം, അതും ഇതുപോലെ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തു. ഇതോട് ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇളക്കിയൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒത്തിരി അങ്ങോട്ട് വഴന്നു പോകരുത്. കുറച്ചൊരു ക്രഞ്ചി പരുവത്തിൽ നമ്മളതെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ ബാക്കി ഉണ്ടായിരുന്ന ഓയിൽ നമ്മൾ ആ കടായിലേക്ക് തന്നെ ഒഴിച്ച് അത് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ 1 സ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കുക. ആ ജീരകം ഒന്ന് മൂത്തൊന്ന് പൊട്ടി ഒരു മണമൊക്കെ വരുന്ന സമയത്ത് നമ്മളിലേക്ക് 1 കപ്പ് ഒനിയൻ നല്ല നൈസായിട്ട് ചോപ്പ് ചെയ്ത ഒനിയൻ ചേർത്ത് കൊടുക്കുക. ഈ ഒനിയൻ ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ 1 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നമ്മളിതിലേക്ക് 3 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതോടെ ചേർത്ത് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. ഈ ഒനിയൻ നല്ലൊരു ബ്രൗൺ കളർ ആകുന്ന വരെ നമ്മൾ വഴറ്റിയെടുക്കാം. നമ്മുടെ ഒനിയൻ ഇപ്പോൾ നന്നായിട്ട് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യമുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1.5 സ്പൂൺ മുളക് പൊടി, ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് ഉപയോഗിക്കുന്നത്, 1 സ്പൂൺ മല്ലിപ്പൊടി, 3/4 സ്പൂൺ ഗരം മസാല. ഇത്രയും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ മസാല നന്നായിട്ടൊന്ന് മൂത്ത് നല്ലൊരു ബ്രൗൺ കളർ ആകുന്നവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 3 ടൊമാറ്റോ പ്യൂരി ആക്കിയത് ചേർത്ത് കൊടുക്കാം. ഈ ടൊമാറ്റോ നമ്മൾ എടുക്കുന്ന സമയത്ത് നന്നായിട്ട് പഴുത്ത ടൊമാറ്റോ എടുത്താൽ നമ്മുടെ കറിക്ക് നല്ലൊരു കളർ കിട്ടും. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് ടൊമാറ്റോയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് വറ്റി നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളൊരു 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതോട് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന പനീർ ചേർത്ത് കൊടുക്കാം. പനീർ ചേർത്ത് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മളുടെ വെജിറ്റബിൾ വഴറ്റി വെച്ചിരിക്കുന്നത് കൂടെ ചേർത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്കിത് ഒരു മൂടി വെച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇനി നമ്മളിത് അധികം സമയം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളുടെ പനീർ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തതും അതുപോലെ വെജിറ്റബിൾ നമ്മൾ വഴറ്റിയെടുത്തതുമാണ്. അത് നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ 1/2 സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുക. ഇതോടെ ചേർത്ത് നമ്മൾ ഒന്നുകൂടെ മിക്സ് ചെയ്ത് നമുക്കൊന്നുകൂടെ മൂടി വെച്ച് 5 മിനിറ്റ് കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ ഈ പഞ്ചസാര ചേർക്കുമ്പോൾ നമ്മുടെ മസാലകളുടെ ടേസ്റ്റ് എല്ലാം ഒന്ന് നന്നായിട്ട് ബാലൻസ് ചെയ്ത് കിട്ടാനായിട്ടാണ് ചേർക്കുന്നത്. ഇതാ നമ്മളുടെ കറി ഇപ്പം നന്നായിട്ട് കുറുകി നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ലാസ്റ്റ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കസൂരി മെത്തിയാണ്. അത് കയ്യിലിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി ഒന്ന് പൊടിച്ചിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതോട് ചേർത്ത് ഒന്നുകൂടെ ഇളക്കി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പനീർ ടിക്ക മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇതൊന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്തും കൂടെ ഇതിൻ്റെ മേലെ ചേർത്തിട്ടുണ്ട്. ഇത് നമുക്ക് വീട്ടിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണ്. നമ്മൾ വീട്ടിൽ സാധാരണ ഉണ്ടാക്കുന്ന പനീർ കറിയേക്കാൾ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റാണ്.
ഇതുപോലെ നമ്മൾ പൊറോട്ടയുടെയോ അല്ലെങ്കിൽ ചപ്പാത്തിയുടെയോ ഫ്രൈഡ് റൈസിൻ്റെയൊക്കെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് കോമ്പിനേഷനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും റെസിപ്പി ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക.